ചേച്ചീനെ ചേച്ചി ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് ഭ്രാന്തായതാ. അത് എൻ്റെ മോളെ നിനക്കൊരു കഥ കേൾക്കണം. ഇത് കേൾക്കട്ടാ. ഇത് ഇവന്റെ വീടാണേ. ഇത് രണ്ട് തോടാണ് വെച്ചോട്ടാ. നോക്ക്, ഇത് മഴവില്ലേ, ഇത് തോടാണ്. ഓക്കെ, ഇതാണ് ഇവന്റെ വീട്. ഇത് ഇവന്റെ വീട്. ഇത് മിറ്റം വീടും ചേർന്ന ഇതാണ് തോട്ടിൽ കൂടെ വെള്ളം പോവാ. ഇത് ഇവരുടെ അമ്മായിയുടെ വീടാ, മാമിയുടെ വീട്. ഓക്കെ, ഇത് തോട്, ഇങ്ങോട്ട് വഴിയില്ല. ഇത് നടുക്ക് കൂടെ വെള്ളം പോകണം. നല്ല കുഴിഞ്ഞ തോടാ, നല്ല പൊക്കമൊക്കെ നല്ല തോട്. ഈ പാറയെന്ന് കല്ലുരുട്ടി അങ്ങനത്തെ തോടാണ്, സാധാരണ മിറ്റിലിട്ട തോടല്ല. അപ്പം ഇതൊരു വീട്, ഇവൻ്റെ മാമിയുടെ വീട്, ശാന്തി ചേച്ചിയുടെ വീട്. ഇത് ഇവൻ്റെ വീട്, ഇത് തോട്. അപ്പം നമ്മളിവിടെ എഴുന്നേക്കും, ഇവിടെ മിറ്റടിക്കും. നമ്മുടെ റോഡ് ഈ തോടിനോട് ചേർന്ന് നമ്മുടെ മിറ്റ കുനിന്ന് മിറ്റടിക്കുമ്പം ഇവിടെ ഇരിക്കണ മാമിയുടെ വീട്ടിൽ മാമിക്കൊരു ആങ്ങളയുണ്ട്, ശാന്തി ചേച്ചിക്ക് ഒരു ആങ്ങളയുണ്ട്. ആങ്ങളെ പല്ല് തേക്കണത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആങ്ങളെ പല്ല് തേക്കണത് ഇവിടെ നിന്നിട്ട് തോട്ടിലിരുന്ന പല്ലേക്കും. തോടിൻ്റെ സൈഡിൽ നിന്ന് പല്ലേക്കുമ്പം സ്വാഭാവികമായിട്ട് ആണുങ്ങൾ നോക്കും അപ്പുറത്ത് വിളി. ഈ ഓപ്പോസിറ്റ് നമ്മുടെ വീടാണ്. ഇവൻ ഇവിടെ നിന്ന് പല്ലേക്കും. ഇവൻ ചിലപ്പോൾ ഞാൻ മിറ്റടിക്കും. ഇവിടെയാണ് അലക്കല്ല്, ഇവിടെ അലക്കുന്ന കല്ല്. അപ്പം അലക്കുന്ന കല്ല് അങ്ങോട്ടേക്കാണ്. ഈ വീടിൻ്റെ ഓപ്പോസിറ്റാ കല്ല്. അപ്പം എൻ്റെ ഓപ്പോസിറ്റാണ് ആ വീട്. അപ്പം ഞാൻ തുണി അലക്കുമ്പോൾ ഒക്കെ ആ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ആ ചെക്കൻ അവിടെ നിന്ന് പല്ലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കക്കൂസ പോകുണ്ടാവും, ചിലപ്പോൾ കുളിക്കുന്നത്. അപ്പം ഞാനത് ശ്രദ്ധിക്കാറില്ല. എനിക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ സംശയമാണ്. അപ്പം ഇവൻ പറയണേ, നീ അവനെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു കാര്യം ചെയ്യും, തുണി നിങ്ങൾ അലക്കിത്താ. എന്നിട്ട് അവർ ഒരു ഇത് വെച്ചു, തുണി അലക്കണത് രാവിലെ 8 മണിക്ക് ഇവൻ പോകട്ടാ. രാവിലെ 8 മണിക്ക് വിജ്ഞാനം പണിക്കും. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് തുണി അലക്കി കഴിയണം. ഓക്കെ, മിറ്റം ഞാൻ പോണതിന് 6 മണിക്ക് നിന്നെ വിളിക്കും. 6 മണിക്ക് മിറ്റം അടിച്ച് കളയണം. ഓക്കെ, പിന്നെ പാത്രം തേക്കണത് നേരത്തെ ഞാൻ പോണതിന് മുന്നേ തേക്കാം. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാ വിജ്ഞേട്ടാ, പിന്നെ നിനക്ക് പണി ചെയ്യേണ്ടത്, നിനക്ക് മക്കളെ വെച്ചുകൊണ്ട് സിനിമ കണ്ടുകൂടെയെന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പണിക്ക് പോയിക്കോ, ഞാൻ സാവകാശത്ത് തുണി അലക്കിയിട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ സംശയം മോളെ, ഭയങ്കര സംശയാ. തുണി അലക്കിക്കില്ല. തുണി അലക്കാണെങ്കിൽ അവൻ പോണതിന് മുന്നേ തുണി അലക്കി കഴിയണം. അപ്പൊ അവൻ തന്നെ വീട്ടിലെ പണി ചെയ്യുക. കക്കൂസ് കഴുകണത് അവനാണ്, തുണി അലക്കണത് അവനാ, വിറക് കൊത്തിക്കുന്നത് അവനാ. എനിക്ക് ഒരു പണിയും ചെയ്യണ്ട, കാരണം ഭയങ്കര സംശയരോഗി ആയതുകൊണ്ട് എല്ലാ പണിയും. വിറക് കൊത്തി കീറി കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തുള്ള പയ്യനെ നോക്കി. അപ്പൊ അവൻ അവിടെ ഷീറ്റ് മേഞ്ഞു. മട എന്തത് ഈ മറ്റേ കമ്പ് വെച്ച് കെട്ടിയിട്ട് ടാർപ്പായ വെച്ച് വലിച്ചു കെട്ടി. ഞാൻ അവിടെ നോക്കാതിരിക്കാൻ. ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം. വലിയ അവിടെ കോഴിക്കൂടും വെച്ചു. കോഴിക്കൂടുണ്ടല്ലോ, ആശാരിമാരെ കൊണ്ട് മേഞ്ഞ കോഴിക്കൂട്. ആ കോഴിക്കൂട് ആ പാറമേം വെച്ചു. അപ്പൊ കോഴിക്കൂട് അവിടെ വെക്കുമ്പോൾ ആ ചെറുക്കനെ കാണൂലല്ലോ. ഓഫ് കോഴ്സ് അവിടെ അത് വെച്ചു. നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിലും പല്ല് വയ്ക്കും. അപ്പൊ അവൻ എന്തൊക്കെ ഇത് കൂടെ പോകും. അപ്പൊ ഇവിടെ വേലി കെട്ടി, ആ മരം അവിടെ വേലി കെട്ടി. അതും പോട്ടെ. അപ്പൊ കിച്ചൺ ഇവിടെയാണ്. കിച്ചണിന്റെ ഉള്ളിൽ കൂടെ വരുമ്പം നമുക്ക് ജനൽ പോലത്തെ അവിടെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സിമെന്റ് കട്ടുമ്പോൾ കുഞ്ഞു തുളയുള്ള ജനൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അടുക്കളയില് സിമെന്റ് കട്ട ഇത്ര ചതുരത്തിലൊരു കട്ട, അതും ഇങ്ങനെ ത്രികോണം കൊണ്ട് സിമെന്റ് കട്ടയുടെ ജനൽ കണ്ടിട്ടുണ്ടാവും. കമ്പ് പോലത്തെ അല്ല, കണ്ടിട്ട് ഇത്ര ഉള്ളോ ഇല്ലേ? അത് ഇവിടെ നിൽക്കുക. അപ്പൊ ഇത് അടുക്കള. അപ്പം നമ്മൾ സാധനം എടുക്കുമ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ത്രികോണം എന്നുള്ള സാധനം അവരുടെ വീട്ടിലേക്ക് ഉള്ളിൽ നേരെയാണ്. അപ്പൊ ഈ ത്രികോണം എന്നുള്ള സാധനം വരെ ഓട്ട അടച്ചു വെച്ചു, സിമെന്റ് ഇട്ട് പൊത്തി. അവൻ ഒരു ആശ്വാസം ഇല്ലാണ്ട് പൊത്തി വെച്ചു, ആരെയും കാണത്തിടത്തില്ല. ഇതാണ് അവന്റെ സ്വഭാവം. ആ കുഞ്ഞു ഓട്ട വരെ സിമെന്റ് എടുത്ത് പൊത്തിന്ന് ആലോചിച്ച് നോക്കിയേ. ബാത്റൂമിൽ പോകണമെങ്കിൽ അവനെ കൂട്ടുപിടിച്ചോണ്ട് പോകണം. ബാത്റൂം ആ തോടിന്റെ സൈഡാ. ബാത്റൂമിൽ പോകുമ്പോൾ അവനെ വിളിക്കണം, തന്നെ പോകാൻ പാടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. സഖി കെട്ടിട്ട് ഞാനെല്ലാം പൊരുത്തപ്പെട്ട് കുഴിച്ചേട്ടാ. ഇനി വയ്ക്കാം, 6 വർഷം ജീവിച്ചില്ലേ. എന്തൊരു കയറിങ്ങാണ് ചേച്ചി, കയറിങ്ങാ, നല്ല കയറിങ്ങാ. പിന്നെ കാറ്റ് എങ്ങനെ വരും അതൊന്നും പറയണ്ട. സംശയിച്ചത് കറക്റ്റായില്ലേ? വിജയിനെ പൊന്നൂസ് കോമഡി അതല്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് പൊന്നൂസിൽ. സ്വാഭാവികം ആണുങ്ങൾ നോക്കും. പൊന്നൂസിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടിയുണ്ട്. എനിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ പെട്ടിപ്പുറത്തൊരു സീറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ അങ്ങെട്ടത്തിരിക്കുക,
അല്ലെങ്കിൽ കിളി ഇങ്ങനെ കൈ പിടിക്കില്ലേ, ഇവിടെ ഇരിക്കുക, എനിക്ക് മസ്റ്റാ. വേറെ സീറ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവിടെ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്നാലാണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അപ്പൊ കിളി വന്നിരിക്കുമ്പോൾ, കിളി ഇവിടെ നിൽക്കുമ്പം നമ്മൾ കൈ തൂണെ പിടിക്കുമ്പം കിളി വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, അമ്മായിമ്മ എന്തി, അമ്മ എന്തി എന്നോട്. അപ്പൊ ഞാൻ ബാക്കിൽ ഇരിപ്പുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് വർത്താനം പറയും. അപ്പൊ മൈന ബാക്കിൽ നിന്നൊക്കെ കാണുക ഇവ എന്നോട് വർത്താനം പറയണേ. സ്വാഭാവികം നമ്മുടെ നാട്ടിലെ ബസ് ഡ്രൈവർ ആകുമ്പോൾ ചിലപ്പോൾ അമ്മായിമ്മനെ കുറിച്ചും അനിയനെ ചോദിച്ചും ഇന്നലെ എന്തെങ്കിലും കൊച്ചിന് പനിയായിരുന്നു നമ്മൾ ചോദിക്കും. നമ്മൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. ഡ്രൈവർമാർ കണ്ടക്ടർമാർ നമ്മളോട് ചോദിക്കും, ഇന്നലെ വടക്കഞ്ചേരിക്ക് പോയില്ലേ, ഇന്നലെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പൊന്നു കേട്ടോ, എന്നോട് മിണ്ടല്ല, ആള് ബാക്കി ഇരിക്കുന്നു എന്ന് ഞാൻ പറയും. അവള് ഞാൻ പറയൂ, എൻ്റെ പൊന്നു മോനെ എന്നോട് മിണ്ടല്ലേടാ, നീ അടുത്ത അടി കൊള്ളാൻ വയ്യ, അവൻ ബാക്കി ഇരുന്ന് കാണുന്നു പോലും. എന്നിട്ട് ഞങ്ങൾ വടക്കഞ്ചേരിയിലൊക്കെ ഇറങ്ങും. അപ്പോൾ ഒരു ലക്ഷ്മി ബേക്കറി ഉണ്ട്, അവിടെ ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ലക്ഷ്മി ബേക്കറിയുടെ മേളിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കും. ടേബിൾ വശമൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇരിക്കും. എനിക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കണേ എനിക്കിഷ്ടം. അടുത്തിരുന്ന് നമ്മൾ ഇങ്ങനെ നോക്കണം, എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ വിരിഞ്ഞോണ്ട് പറയും, ഓപ്പോസിറ്റ് ഇരിക്കുക, ഞാനിവിടെ ഇരിക്കാന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് കുറേ ആൾക്കാർ ഇരിപ്പുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആളുകൾ നോക്കും. കാരണം ഞാൻ നല്ല ഗ്ലാമറുള്ള സ്ത്രീയാണ്. അന്ന് ഇന്നും നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആണുങ്ങൾ വിചാരിക്കും, ഓ ഇത്ര ഈ മരക്കടയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര നല്ല പെൺകുച്ചെന്ന് ആൾക്കാർ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ആൾക്കാർ നോക്കും. പിന്നെ അവനെയും കാണാൻ കൊള്ളാം കേട്ടോ, ഇവനെയും കാണാൻ കൊള്ളാം, ബിബിഞ്ഞാണ്ടിയും കാണാൻ കൊള്ളാം. അവനെയും പെണ്ണുങ്ങൾ നോക്കും. പക്ഷെ അവനെ പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഞാൻ എനിക്ക് കുശിപ്പില്ല. പക്ഷെ എന്നെ നോക്കുമ്പോഴാണ് ഇവൻ അരിപ്പ. എന്നെ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അപ്പം അവൻ അരിപ്പ. എന്നാൽ അവനെ പെണ്ണുങ്ങൾ നോക്കിയിട്ടില്ല, എനിക്ക് അരിക്കണ്ടേ? എനിക്ക് അരിക്കണ്ടേ? എന്നെ ആരും നോക്കാൻ പാടില്ല. എന്നെ നോക്കി കഴിഞ്ഞാൽ അപ്പം അവനായിരിക്കും. എന്നിട്ടോ വേറെ കഥ നിങ്ങൾ കിട്ടും. അത് കയ്യോടെ ഞാൻ ആ വിഹിതം പിടിച്ചു. അന്ന് എന്നെ തല്ല് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ കുട്ടി അബോഷനായി പോയത്. ഒരു പെണ്ണിന് കൂടെ കിടക്കണം തൃശ്ശൂർ അയ്യന്തോട് പടിഞ്ഞാറക്കോട്ടയിൽ. ഇവൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിട്ട് ഈ തള്ളേനെ, ഞാൻ ഗർഭിണിയായിരുന്നു, മൂത്ത മോനെ ഗർഭിണിയായിരുന്നു. തൃശ്ശൂർ പടിഞ്ഞാറത്തറ അയ്യന്തോട് ആ ഗവൺമെൻറ് ഇല്ലേ, അവിടെ ഇവൻ്റെ അമ്മേനെ വയ്യാഞ്ഞിട്ട് ഞാൻ ഇവനും കൂടെ ഹോസ്പിറ്റലാക്കിയപ്പോൾ അവിടെ ആൾ കൂടെ നിൽക്കണം വാർഡിൽ. എനിക്ക് ഗർഭമായിരുന്നു ഒന്ന്. എന്നിട്ട് ഞാൻ ഇവനെ തള്ളേനെ നോക്കി 7-8 മാസമൊക്കെ. അപ്പോൾ കുറേ നാൾക്ക് കൊണ്ടുപോയി. അന്നേരം ഞാൻ 5 മാസം ഗർഭിണിയായിരുന്നു. എന്നിട്ട് ഇവനെ തള്ളേനെ ഞാൻ നോക്കിയിട്ട് ഇവനെ തള്ള എന്നെ ചവിട്ടിട്ട് എൻ്റെ അബോഷനായി പോയതാണ്. അതും അവിടെ ഈ തള്ള കിടന്ന വാർഡിൽ ഇടുക്കിക്കാരിയുടെ ഒരു പെണ്ണ്, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, ചെറുപ്പക്കാരി പെണ്ണ, നല്ല ഗ്ലാമറുണ്ട്. ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആ പെണ്ണിൻ്റെ അമ്മേനെ എൻ്റെ അമ്മായിമ്മ എടുക്കുന്ന വാർഡിൽ ഈ പെണ്ണുമ്പളെ കൊണ്ടു കിടത്തി. വാർഡിലാണ് ആണുക്ക് കിടക്കുക, അപ്പുറത്തൊരു റൂമുണ്ട്. അങ്ങനെ ഈ പെണ്ണും ഞാനും നല്ല കമ്പനിയും. ആ പെണ്ണ് നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് മാനസികം, എൻ്റെ അമ്മ നോക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മയ്ക്ക് മാനസികം. അങ്ങനെ ആ പെണ്ണും ഞാനും കമ്പനിയും. എൻ്റെ കെട്ടോ എന്താക്കി ഇവളായിട്ട് നല്ല കമ്പനി. ലാസ്റ്റ് ഈ പെണ്ണ് ഇവനായിട്ട് ഒരു റൂമിൽ കിടക്കുന്നു. കൈയോടെ പിടിച്ചു, അവിഹിതം പിടിച്ചു. എപ്പടി ആ വഴിക്കിൽ എൻ്റെ അബോഷണം ഉപയോഗിച്ചത് കൈയോടെ പോയി. ബാറിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മോളെ. മൊബൈലിന് ചാർജർ കുത്താൻ പോയതാണ് ആ പെണ്ണ്. ആ റൂമിൽ വാർഡിലൊന്നും ചാർജർ കുത്താൻ കിട്ടിയില്ല, അവൾക്ക് പൊത്ത് കിട്ടിയില്ല പെണ്ണുമ്പിളേക്ക്. അപ്പൊ റൂമിന്റെ പുറത്ത് പോയിട്ട് ചാർജ് കുത്താൻ പോയി. അപ്പൊ അവൻ അവിടെ കിടക്കുകയായിരുന്നു. കുറെ ദിവസം ഞാൻ നോട്ടിട്ട് എന്നിട്ട് അവിഹിതം പിടിച്ചെടുത്തു.